കൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തെരുവുനായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. റോഡിൽ നിന്ന് തെരുവു നായ്ക്കളെയും കന്നുകാലികളെയും നീക്കാൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്ന് സുപ്രീം കോടതി. തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ തല്ലിത്തകർത്ത് മുൻ MLA അനിൽ അക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കുള്ള U-ടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. അനിൽ അക്കരയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നത്. ഇരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി എവിടെ പോയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണമെന്നും സുരേഷ് ഗോപി. വാർത്തകളിലേക്ക് വിശദമായി. തെരുവു നായശല്യത്തിൽ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. റോഡിൽ നിന്ന് തെരുവു നായ്ക്കളെയും കന്നുകാലികളെയും നീക്കണമെന്നും ഇതിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സ്കൂളുകൾ, ആശുപത്രികൾ ഉൾപ്പെടെ പൊതുയിടങ്ങളിൽ നിന്ന് നായകളെ നീക്കണം. പിടികൂടുന്നവയെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. ഇവയെ വന്ധ്യംകരിച്ച ശേഷം പിടികൂടിയ സ്ഥലങ്ങളിൽ വിടരുത്. നായകൾ കയറാതിരിക്കാൻ പൊതുസ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ സുരക്ഷിതമായി അടച്ചുറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും നടപടി സ്വീകരിക്കണം. 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അൻജരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും കോർപ്പറേഷൻ നടപടിയെടുക്കാത്തിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സുപ്രീം കോടതിയുടെ പുതിയ വിധിക്കനുസരിച്ച് നടപടിയെടുക്കാമെന്ന് മേയർ. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന കൗൺസിൽ യോഗമാണ് തെരുവുനായ പ്രശ്നത്തിൽ ബഹളത്തിൽ മുങ്ങിയത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ സംബന്ധിച്ച് സർവേ നടത്തുന്നതിന് സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്ന അജണ്ട പരിഗണിച്ചപ്പോഴായിരുന്നു പ്രതിഷേധം. സർവേ എടുത്തതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും നായ്ക്കളുടെ കടികൊള്ളാതിരിക്കാൻ എന്തു നടപടിയാണ് കോർപ്പറേഷൻ നാളിതുവരെ സ്വീകരിച്ചതെന്നും കൗൺസിലർ ജോൺ ഡാനിയൽ ചോദിച്ചു. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു നടപടിയും എടുക്കാതിരുന്നതിലും പ്രതിഷേധമുയർന്നു. ഒടുവിൽ വെള്ളിയാഴ്ച വന്ന സുപ്രീം കോടതി വിധി ജോൺ ഡാനിയൽ കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ അക്കാര്യം പരിശോധിച്ച് അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാമെന്നായിരുന്നു മേയറുടെ മറുപടി. കാലപ്പഴക്കത്താൽ തകർന്നുവീണ സ്വരാജ് റൗണ്ടിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ വാടകക്കാരെ നിശ്ചയിക്കുന്ന അജണ്ട പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, കൗൺസിലർ ലാലി ജെയിംസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, സാറാമ റോബ്സൺ, അനീസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നിലവിലെ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗം തിങ്കളാഴ്ച രാവിലെ നടക്കും. TCV ന്യൂസ്, തൃശൂർ. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിലെത്തിച്ചത്. അപകടകാരിയായ ഒറ്റയാനെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് ശ്രമം. ആനയെ കാടുകയറ്റാനായില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയാക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. പട്രോളിങ്ങിനെത്തിയ വനംവകുപ്പിന്റെ ജീപ്പും ആന തകർത്തിരുന്നു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പഴയ പാത കല്ലിട്ട് പൂർണ്ണമായും അടച്ചതോടെ മലയിൽ നിന്ന് ആനയ്ക്ക് ജനവാസ മേഖലയിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. വാഴാനി മേഖലയിലും ആനക്കൂട്ടം എത്തുന്നുണ്ട്. കൂട്ടത്തിലെ ഒറ്റയാനാണ് കുതിരാനിൽ തുടർച്ചയായി ഇറങ്ങുന്നത്.
അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഇതേ തുടർന്ന് ഏഴാറ്റുമുഖം ഭാഗത്തു നിന്നും അതിരപ്പള്ളി റോഡിലേക്കുള്ള ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. 8 ആനകളാണ് എണ്ണപ്പനകൾ റോഡിലേക്ക് വലിച്ചിട്ട് ഭക്ഷിച്ചത്. നേരം പുലർന്നിട്ടും ഇവയുടെ തീറ്റ അവസാനിച്ചിരുന്നില്ല. ഇതിനിടയിലെത്തിയ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും കുടുങ്ങിക്കിടന്നു. രാവിലെ പ്ലാന്റേഷൻ തൊഴിലാളികളടക്കം നാട്ടുകാർ എത്തിയപ്പോഴാണ് ആനക്കൂട്ടം പിൻവാങ്ങിയത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് ഡിവൈഡർ ചുറ്റിക കൊണ്ട് തല്ലി തകർത്ത് മുൻ MLA അനിൽ അക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന് സമീപമുള്ള U-ടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. U-ടേൺ അടയ്ക്കരുതെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നേരത്തെ രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഡിവൈഡർ ചുറ്റിക ഉപയോഗിച്ച് തല്ലി തകർത്തത്. സംഭവം അറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം അനിൽ അക്കരയ്ക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു. കരാർ കമ്പനിയുടെ പരാതിയിലാണ് കേസെടുത്തത്. 19,160 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കരാർ കമ്പനി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഡിവൈഡർ പൊളിച്ചു നീക്കിയതിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള ഡിവൈഡർ പൊളിച്ചത് നിഗൂഢ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഡിവൈഎഫ്ഐ പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ജിത്തു ജോയ്, സെക്രട്ടറി കെ ശ്രീരാജ് എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം തട്ടിയെടുത്തു. അന്തിക്കാട് മുറ്റിച്ചൂർ പള്ളിയമ്പലത്തിന് സമീപമായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരനായ കളക്ഷൻ ഏജന്റിനെ ആക്രമിക്കുകയായിരുന്നു. വാടാനപ്പള്ളിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയെയാണ് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് കയ്യിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞത്. കാറിൽ 4 പേർ ഉണ്ടായിരുന്നതായും പറയുന്നു. ഇതുവഴി വന്ന മറ്റൊരു കാർ യാത്രികരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കാറിന്റെ നമ്പർ വ്യാജമാണെന്നാണ് പ്രാഥമിക വിവരം. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകോട്ടിൽ 55 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. മകനുമായി ബൈക്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു മോഹനൻ. ബൈക്കിനെ മറികടക്കാൻ ലോറി ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ടോറസ് ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിലിടിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി. മോഹനൻ തൽക്ഷണം മരിച്ചു. മകൻ എതിർദിശയിലേക്ക് വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. കൊരട്ടി സ്വദേശി കുരിശിങ്കൽ ബൈജുവിനാണ് പരിക്കേറ്റത്. ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയപ്പോഴാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്നു ബസ്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ കോർപ്പറേഷൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ മത്സ്യമാംസ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ST കോഫി ടൈംസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ എവിടെയാണെന്ന് സുരേഷ് ഗോപി ചോദിച്ചു. വികസന പദ്ധതികൾക്ക് തന്റെ സഹകരണം തേടാൻ കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാകുന്നില്ല. ശക്തൻ മാർക്കറ്റിന് താൻ നൽകിയ 1 കോടി രൂപയുടെ ഫണ്ടിൽ നിന്ന് 18 ലക്ഷം ലാപ്സാക്കുകയായിരുന്നു.
മത്സ്യമാംസ മാർക്കറ്റിലെ വ്യാപാരികൾ അവർ നേരിടുന്ന പ്രാഥമിക സൗകര്യങ്ങളുടെ അപര്യാപ്തത സുരേഷ് ഗോപിയോട് ഉന്നയിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിയ്യൂരിൽ കൊടുങ്കുറ്റവാളി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിനായി ക്യൂബ്രാഞ്ച് സംഘം തൃശൂരിലെത്തി. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം ക്യൂബ്രാഞ്ച് ഏറ്റെടുത്തത്. പാടുക്കാട് സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച് വിയ്യൂരിൽ നിന്ന് ബാലമുരുകൻ കടക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. എന്നാൽ പരിശോധനയ്ക്കിടെ ഈ ദൃശ്യങ്ങൾ മാഞ്ഞു പോവുകയാണുണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിക്കാനിടയായ സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. BJP ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ സാധാരണക്കാർ ചികിത്സാ കാര്യത്തിൽ അനുഭവിക്കുന്നത് കടുത്ത ക്രൂരതയും അവഗണനയുമാണ്. 2015-16 കാലഘട്ടം മുതൽ കേരളത്തിലെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സർജറി ചെയ്യാൻ കാലതാമസം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതും എന്ത് സാഹചര്യമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ആരോഗ്യ മേഖലയിൽ എന്നതും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2015-16 മുതൽ ആരോഗ്യരംഗം പാടെ തകരുകയാണ്. ജില്ലാ ആശുപത്രികളിലെ സംവിധാനത്തെ ഉയർത്താനോ അവിടെ എല്ലാ വിഭാഗത്തിനും ഡോക്ടറെ നിയമിക്കാനോ ആവശ്യത്തിന് നഴ്സുമാരെ വെക്കാനോ ആവശ്യമായ മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്താനോ ഒന്നും തയ്യാറാകാതെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഇന്ന് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖല പരിപോഷിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പൊതുസമൂഹത്തിനോട് ഉത്തരം പറയേണ്ട ബാധ്യത കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. RJD ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് മുണ്ടശ്ശേരി സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി ഡോക്ടർ നീല ലോഹിദാസൻ നാടാർ, അഡ്വക്കേറ്റ് E രവീന്ദ്രനാഥ്, KC വർഗീസ്, ജോർജ് V ഐനിക്കൽ, അജി ഫ്രാൻസിസ്, ജോബി K തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ സദാക്കളെയും പ്രവർത്തകരെയും നമുക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനരികിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. 1 ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ മോഷ്ടാക്കൾ കൈവശമുണ്ടായിരുന്ന താഴ് പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചതിനാൽ മോഷണം നടന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. 4.5 മാസത്തിന് ശേഷം ദേവസ്വം അധികൃതർ ഭണ്ഡാരങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ജൂൺ 20-നാണ് അവസാനമായി ഭണ്ഡാരങ്ങൾ തുറന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ PK അഭിലാഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭണ്ഡാരം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് ക്ഷേത്ര സമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ഒരു പാഡ്ലോക്ക് ഉണ്ടാവും, ഇന്നർ ലോക്ക് ഉണ്ടാവും. പാഡ്ലോക്കിന്റെ താക്കോല് ദേവസ്വം ഓഫീസറുടെ കയ്യിലാണ്, ഇന്നർ ലോക്കിന്റെ താക്കോല് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കയ്യിലാണ്. അപ്പൊ ഈ പാഡ്ലോക്ക് ദേവസ്വം ഓഫീസറുടെ കയ്യിലുള്ള താക്കോല് വെച്ച് പാഡ്ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ മുഴുവനായിട്ട് തുറക്കാൻ കഴിയുന്നില്ല. അത് താക്കോല് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇപ്പൊ ഒരു എന്താ പറയുക, എന്തെങ്കിലും തുരുമ്പ് പിടിച്ചുകൊണ്ടാണോ അതോ ഈ താക്കോല് മാറിയതുകൊണ്ടാണോ വിചാരിച്ചിട്ട് കുറെ നമ്മൾ ശ്രമിച്ചിട്ടും പറ്റാതായപ്പോഴാണ് നമ്മൾ എന്തായാലും ഭണ്ഡാരം എണ്ണിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പാഡ്ലോക്ക് തകർക്കുകയുണ്ടായി. പാഡ്ലോക്ക് തകർത്ത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ താക്കോല് ഉള്ളില് ഇന്നർ ലോക്കിൽ ഇടാൻ നോക്കുന്ന നേരത്താണ് ആ താക്കോല് കയറുന്നില്ല. ആ ലോക്കിംഗ് സിസ്റ്റം ഇത്തിരി തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ അത് തുറന്നപ്പോൾ മോഷണം നടന്നതായിട്ട് മനസ്സിലായി. ക്ഷേത്രത്തിൽ ഇന്നലെ ഭണ്ഡാരം കൗണ്ടിങ്ങിനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം ഓഫീസറും ജീവനക്കാരും എത്തിയപ്പോഴാണ്, ഭണ്ഡാരം തുറന്നപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത്. ഉടനെ തന്നെ ദേവസ്വം ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അടിയന്തരമായി അന്വേഷണം നടത്തി കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. മുരിയാടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ്. ക്രിമിറ്റോറിയം, മൊബൈൽ ഫ്രീസർ, അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപയോളം വരുന്ന പ്രോജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുപ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞു.
ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിലെ മൂന്നാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ തുടങ്ങിയവർ സന്നിധരായി. ഹരിതകർമ്മസേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പും കോർപ്പറേഷനും പോലീസും സംയുക്ത പരിശോധന നടത്തി. കാൽനട യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത്. സ്വരാജ് റൗണ്ടിലും നഗരത്തിലെ വിവിധ ജംഗ്ഷനുകളിലുമായിരുന്നു പരിശോധന. തിരുവല്ലോമല കുത്താമ്പുള്ളി പുതിയ പാലത്തിനു സമീപം 6 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു. കുത്താമ്പുള്ളി സ്വദേശികളായ മീനാക്ഷി രാമൻ, രാധാ ശിവകുമാർ, രാധാ ഉണ്ണികൃഷ്ണൻ, ജാനകി അയ്യപ്പൻ, സിന്ധു രാമു, കമലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റവരെ തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. രാധാ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. യുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും അടക്കം 3 ലക്ഷത്തിലധികം വില വരുന്ന വസ്തുക്കൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശിയായ സുകുമാറാണ് വിയ്യൂർ പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓഗസ്റ്റ് 8-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. SDPI നേതാവ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ അറസ്റ്റിലായത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ കർണംകോട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന കുറിപ്പുമുണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പ്രഗിലേഷിന്റെ വീട് അടഞ്ഞുകിടന്നിരുന്നാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ട് തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വെച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷമാണ് കാറിൽ കടന്നത്. CCTV ദൃശ്യത്തിൽ ഇത് വ്യക്തമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെയും കൊണ്ട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചു. സ്ത്രീകൾ കൂടുതലുള്ള കമ്പാർട്ട്മെന്റുകളിൽ പ്രത്യേക പരിശോധന നടത്തും. മദ്യപിച്ചവരെ കണ്ടെത്താനായി 38 സ്റ്റേഷനുകളിൽ ആൽക്കോമീറ്റർ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. മേളപ്രേമികളിൽ ആവേശം നിറച്ച് 10 നാഴിക പഞ്ചാരി പെയ്തിറങ്ങി. 4 മണിക്കൂർ നീണ്ട വാദ്യസമൃദ്ധിയിൽ മനം നിറഞ്ഞ് മേളപ്രേമികൾ. തൃശൂർ വാദ്യഗുരുകുലമാണ് പൂങ്കുന്നം ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിൽ 4 മണിക്കൂർ ദൈർഘ്യമുള്ള
10 നാഴിക പഞ്ചാരി മേള അവതരണവുമായി വാദ്യവിസ്മയം തീർത്തത്. 15 കൊമ്പ്, 15 കുഴൽ, 15 ഉരുട്ട്, 45 വലംതല, 30 ഇലത്താളം എന്നിങ്ങനെയായി 120 വാദ്യ കലാകാരന്മാർ അണിനിരന്നാണ് ആസ്വാദകർക്ക് പഞ്ചാരി വിരുന്നൊരുക്കിയത്. പൂർണ്ണമായി ക്ലാസിക്കൽ ശൈലിയാണ് മേളകലയിലെ തനത് സമ്പ്രദായമായ 10 നാഴിക പഞ്ചാരി. വാദ്യഗുരുകുലം സാരഥിയും തൃശൂർ പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ പ്രമാണിയുമായ ജിതിൻ കല്ലാറ്റിന്റെ പ്രാമാണികത്വത്തിലാണ് 10 നാഴിക പഞ്ചാരി അരങ്ങേറിയത്. പതികാലത്ത് തുടങ്ങി ഏറെ സമയമെടുത്ത് ദ്രുതകാലത്തിലെത്തി തീരുകലശം കൊട്ടി കയറിയിറങ്ങിയ ആസുരവും ലയപൂർണവുമായ അനുഭൂതി ആസ്വാദകരിൽ സന്നിവേശിപ്പിക്കുന്നതായി അവതരണം. മേളക്കലയുടെ വൈവിധ്യങ്ങളിലേക്ക് പുതുതലമുറയെ കൂടി കൊണ്ടുവരികയും മേളം അതിൻ്റെ ഈറ്റില്ല മഹിമയോടെ ജനകീയ സദസ്സുകളിൽ പരിചയപ്പെടുത്തുകയുമെന്ന സംഘാടകരുടെ ലക്ഷ്യം 10 നാഴിക പഞ്ചാരിയുടെ അവതരണത്തിലൂടെ സാക്ഷാത്കൃതമാവുകയായിരുന്നു. TCV തൃശൂർ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം വരാപ്പുഴ സ്വദേശി പറയച്ചങ്ങലത്ത് വീട്ടിൽ സന്ദീപാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മേലടൂർ സ്വദേശി മാണിക്കത്ത് പറമ്പിൽ വീട്ടിൽ വിപിൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത കുട്ടികളെയും പരിശീലകരെയും ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ റെജി ജോയി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ തിരുനാളിന് തുടക്കമായി. കൂടുതൂർക്കൽ ശുശ്രൂഷയ്ക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച രാത്രി 10:30 അമ്പെഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6:30 വ്യാകുലമാതാവിൻ ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് കിരീടം എഴുന്നള്ളിപ്പ് നടക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് 27 വർഷം തന്നെ അന്നമൂട്ടിയ ഡിപ്പാർട്ട്മെന്റിനും സഹപ്രവർത്തകർക്കും വേറിട്ട രീതിയിൽ സ്നേഹസമർപ്പണം നടത്തി ശ്രദ്ധേയനാവുകയാണ് ഷാജു ലോനപ്പൻ എന്ന ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഓഫീസ് പരിസരം സ്വന്തം ചെലവിൽ 160 സ്ക്വയർ ഫീറ്റിലധികം ഭാഗം ടൈൽ വിരിച്ച് നവീകരിച്ചും ഓഫീസ് അങ്കണത്തിൽ ഫലവൃക്ഷങ്ങളും ചെടികളും നട്ടുവളർത്തിയുമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വേറിട്ട മാതൃകയാവുന്നത്. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസറായ ചിയാരം സ്വദേശി മുത്തോലി വീട്ടിൽ ഷാജു ലോനപ്പനാണ് വേറിട്ട മാതൃകയായത്. തൃശൂർ പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിക്ക് സമീപം പ്രവർത്തിക്കുന്ന മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പുറകുവശത്ത് ചെളിയും കാടും പിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണ് ജീവനക്കാർക്ക് നടക്കാവുന്ന വിധം 2 അടി വീതിയിൽ സ്വന്തം ചെലവിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കി സമർപ്പിച്ചത്. കൂടാതെ സ്വന്തമായി പണം ചെലവഴിച്ച് ഓഫീസ് അങ്കണത്തിലും പരിസരത്തും മനോഹരമായ പൂന്തോട്ടവും പഴത്തോട്ടവും ഒരുക്കി. ഒരു ജോലി എന്ന സ്വപ്നവുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് എത്തുന്നവർക്കും ഇവിടെയുള്ള ജീവനക്കാർക്കും എന്നും മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നതായിരിക്കണം ഓഫീസ് അന്തരീക്ഷം എന്ന ചിന്തയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിലെന്ന് ഷാജു ലോനപ്പൻ പറയുന്നു. ഈ 2025 ഡിസംബർ 31 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ നീണ്ട 27 വർഷം എന്നെ അന്നം നൽകിയ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകിച്ച് എൻ്റെ സർവീസിൽ ഏറ്റവും അധികം നാൾ ഞാൻ ജോലി ചെയ്ത തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനും ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടർ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള മേലധികാരികളുടെ അരികത്ത് സ്വകാര്യ സംഭാഷണത്തിൻ്റെ മധ്യേ പലവട്ടം ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. ഓഫീസും പരിസരവും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും വീട്ടിനേക്കാളും കൂടുതൽ സമയം ഫലപ്രദമായിട്ട് ചെലവഴിക്കുന്നത് പകൽ സമയം നമ്മുടെ ഓഫീസിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസും അതിൻ്റെ പരിസരവും ഏറ്റവും മനോഹരമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ എപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. അപ്പോൾ പറയും മാത്രമല്ല, അത് പ്രവൃത്തിയിലും കൂടി കാണിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിനെ അല്പം കൂടി ഒന്ന് മനോഹരമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ കുറേയധികം പഴവർഗ്ഗ ചെടികളും അതുപോലെ തന്നെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഓഫീസിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു 10-20ഓളം ബൊഗൈൻവില്ല ചെടികൾ തന്നെ ഒരു 6 മാസത്തോളം തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് ഒരു പൂക്കാലം തന്നെ നൽകാറുണ്ട്. ധാരാളം ആളുകൾ അത് കണ്ട് സന്തോഷത്തോടെ ഈ റോട്ടിൽ കൂടെ കടന്നു പോകുന്നതും ഞാൻ കാണാറുണ്ട്. ദിവസവും രാവിലെ നേരത്തെ ഓഫീസിലെത്തുന്ന ഇദ്ദേഹം കള പറിച്ചും നനച്ചും മക്കളെ പോലെയാണ് ചെടികൾ പരിപാലിക്കുന്നത്. ചെടികളെല്ലാം നനച്ച് വൈകിട്ട് 5:30 ശേഷമേ തിരിച്ചു പോകാറുള്ളൂ.
വീട്ടിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ചെടികളും ഇദ്ദേഹം ഇവിടെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകൾ ബാക്കിവെച്ച് ഈ വരുന്ന ഡിസംബർ 31 ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ സർക്കാർ ഓഫീസുകൾക്ക് ഒരു മാതൃകയെ മാറുകയാണ് ഷാജുവിന്റെ ഈ സൽപ്രവൃത്തി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ശക്തൻ നഗറിൽ സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ 12 കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കരോളിൻ പെരിഞ്ചേരി, സോറോമ റോബ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. 1000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ശക്തനിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ദുബായ് മോഡൽ മത്സ്യ മാംസ മാർക്കറ്റ്, ആധുനിക രീതിയിലുള്ള പച്ചക്കറി മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സിംഗപ്പൂർ മോഡൽ മാൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ രൂപകൽപ്പന കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ വേദിയിലൂടെ നിൽക്കുന്നു. മോഷ്ടിച്ച സ്വർണ്ണമാലകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി തമിഴ്നാട് സ്വദേശികൾ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് മധുരൈ ചിന്താമണി തെരുവ് സ്വദേശികളായ കാവ്യ, പൂജ എന്നിവരാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം മലായ ഗോൾഡിന് മുൻപിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട തമിഴ്നാട് സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇരുവരുടെയും മൊഴികൾ സംശയം തോന്നിയതോടെ വനിതാ പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും കയ്യിൽ കരുതിയ ബാഗിൽ നിന്ന് ചെറിയ പേഴ്സുകൾ കണ്ടെത്തുകയും പേഴ്സിൽ 3ഓളം സ്വർണ്ണമാലകളും പണവും മറ്റു രേഖകളും കണ്ടെത്തുകയുമായിരുന്നു. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ചെറുതുരുത്തി പുതുശ്ശേരി മനപ്പടിക്ക് സമീപം താമസിക്കുന്ന പടിഞ്ഞാറേപ്പുരയ്ക്കൽ ശാന്തി കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. നാല് ദിവസങ്ങളിലായി തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ, UP വിഭാഗത്തിൽ ശ്രീശങ്കര UP സ്കൂൾ, CNN ചേർപ്പ് എന്നിവരും LP വിഭാഗത്തിൽ സെന്റ് ആന്റണീസ് വരന്തരപ്പള്ളി, സെന്റ് മേരീസ് ഒല്ലൂർ എന്നിവരും ഓവറോൾ ചാമ്പ്യന്മാരായി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ചേർപ്പ് ഉപജില്ലാ AEO സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. തെരുവുനായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. റോഡിൽ നിന്ന് തെരുവുനായ്ക്കളെയും കന്നുകാലികളെയും നീക്കാൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്ന് സുപ്രീം കോടതി. തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. അതിരപ്പള്ളി വിറ്റിലപ്പാറ പാലത്തിന് സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ തല്ലിത്തകർത്ത് മുൻ MLA അനിൽ അക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കുള്ള U-ടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. അനിൽ അക്കരയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നത്. ഇരുവപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി എവിടെ പോയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഭരണസമിതി അധികാരത്തിലെത്തിക്കണമെന്നും സുരേഷ് ഗോപി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.